വേതനവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. മുക്കം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് ജോലിയുടെ വേതനം 600 രൂപയാക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREG വർക്കേഴ്സ് യൂണിയൻ CITU തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മുക്കം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിന് ശേഷം നടന്ന ധർണ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് ജോലി ആരുടെയും ഔദാര്യമല്ലെന്നും മാന്യമായ വേതനവും തൊഴിൽ ദിനങ്ങളും ഉറപ്പുവരുത്തുവരെ പ്രക്ഷോഭം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അടിമപ്പണിയാണ്, ഓശാരപ്പണിയാണ്. അവരെ മുന്നിൽ തലകുലിച്ച് നിൽക്കേണ്ടവരാണ് ഈ തൊഴിലാളികൾ എന്ന നിലയിലേക്ക് ചില ആളുകൾ പെരുമാറുന്നുണ്ട്. ചില കാലം പോകാൻ പറ്റണം അവരോട്. മര്യാദയ്ക്ക് പെരുമാറിയിട്ടില്ലെങ്കിൽ ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുമെന്ന് ഇച്ഛാശക്തിയോട് പറയാൻ ആർജവം നമ്മുടെ തൊഴിലാളികൾ കാണിക്കണം. ഈ തൊഴിലാളി അങ്ങനെ ഓശാരപ്പണി എടുക്കുന്ന തൊഴിലാളി അല്ല. ന്യായമായ നിലയിൽ ഗവൺമെന്റ് നിശ്ചയിച്ച പദ്ധതി പ്രകാരം പണിയെടുക്കുന്നവരാണ്. അതുകൊണ്ട് 369 കൂലി പോരാ, ഇപ്പൊ തൽക്കാലം 600 ആക്കണം നമ്മൾ ആവശ്യപ്പെട്ടത്. ഞാൻ ഈ പറഞ്ഞ ഭക്ഷണാവശ്യങ്ങൾക്കും മരുന്നിനും മറ്റാവശ്യങ്ങൾക്കും നിർവഹിക്കാൻ കുടുംബത്തെ പോറ്റാനാണ് പണിക്ക് വരുന്നത്. 369 രൂപ കിട്ടിയത് കൊണ്ട് ഒരു കുടുംബം പോറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ശരാശരി ഭക്ഷണവും മറ്റ് സംഗതികളും നിർവഹിക്കാൻ പറ്റുന്ന നിലയിലേക്ക് കൂലി ഉയർത്തണം എന്ന ആവശ്യം നമ്മൾ ന്യായമായിട്ട് ഉയർത്തണം. A കല്യാണിക്കുട്ടി അധ്യക്ഷയായിരുന്നു. ജോണി ഇടശ്ശേരി, KP ഷാജി, ദിവ്യ, ശിവദാസൻ, ശാന്തകുമാരി ടീച്ചർ, ഉഷ എന്നിവർ സംസാരിച്ചു. ബാലകൃഷ്ണൻ മുക്കം, മൈമൂന, ബീന തിരുവമ്പാടി, രാജിഷ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത മുക്കം.